സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ ബൈബിളിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അല്പസ്വല്പം പറയുവാൻ പ്രിയ ദൈവജനമേ ദൈവത്തെ ശരണപ്പെടുന്നു. സ്തോത്രം. അല്പസമയത്തേക്ക് താങ്കളുടെ വിലയേറിയ ശ്രദ്ധയെ ക്ഷണിച്ചു കൊള്ളുന്നു. ഡിറ്റോ വടക്കൻ അഹിക്കാവ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ലോകത്തിലായിരിക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പടകിൽ അക്കരയ്ക്ക് പോകാം. യേശു പറഞ്ഞു, യേശുവിന് ശിഷ്യന്മാരുമായി കടലിൽ കുറേ യാത്രാമധ്യേ കടലിലൂടെയുള്ള യാത്രാമധ്യേ യേശു പടകിൻ്റെ അമരത്ത് കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റ്, തിരമാല, വെള്ളത്തിൻ്റെ തള്ളിക്കയറ്റം. പടകിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ശിഷ്യന്മാർക്ക്. മുക്കുവരായിരുന്നിട്ടും കടലിലെല്ലാം തുടുപ്പും അറിയാവുന്ന മുക്കുമാരായിരുന്നിട്ടും പടക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പ്രകൃതി ശോഭിച്ചു. അവരെ ശിശുമാർ പരിശ്രമിച്ചു. കടലിൽ വെള്ളത്തിൻ്റെ തിരതള്ളിക്കയറ്റം, കൊടുങ്കാറ്റ് ആകെ പ്രശ്നത്തിലായി. അവരെ കൊണ്ട് കഴിയുന്നില്ല. അവർ അമരത്ത് ഇറങ്ങുകയായിരുന്നു. യേശുവിനെ വിളിച്ചു നിർത്തി, നാഥാ, നിങ്ങൾ നശിച്ചു പോകുമെന്ന് എനിക്ക് വിചാരമില്ലയോ? അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, കടലിലെ ശാന്തമാകുക, കാറ്റിലെ ശാന്തമാകുക. ആ നിമിഷം തന്നെ കാറ്റും കടലും ശാന്തമായി. അവരക്കരയ്ക്ക് എത്തി. പ്രകൃതിയിലെ മേലധികാരമുള്ളവൻ സർവശക്തനായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റൊരു പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, രോഗത്തിന്മേൽ അധികാരമുള്ളവൻ ആ യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ താനെ ബത്ശേദ കുളക്കടവിൽ രോഗിയായി കിടന്ന് 5 മണ്ഡപത്തിൽ രോഗികളുണ്ട്. 5 മണ്ഡപത്തിൽ ആട്ടുവാദിക്കലിൽ 5 മണ്ഡപത്തിൽ രോഗികളാണ്. ആ രോഗികളെല്ലാം മറികടന്നുകൊണ്ട് ബത്ശേദ കുളക്കടവിലുള്ള 38 വർഷമായി പക്ഷവാത രോഗിയെ കിടന്ന വ്യക്തി, ആ വ്യക്തിയുടെ അടുത്ത് യേശു വന്ന്, നിന്റെ കിടക്കി എടുത്ത് എഴുന്നേറ്റ് നടക്കുകയെന്ന് പറഞ്ഞ മാത്രമേ ആ വ്യക്തി ആരോഗ്യവാനായി ആരോഗ്യവാനായി തീർന്നു. രോഗിയെ കിടന്ന വ്യക്തി തന്നെ കിടക്കി എടുത്ത് എഴുന്നേറ്റും കൊണ്ട് നടന്നു പോയി. രോഗത്തിന്മേൽ അധികാരമുള്ള 38 വർഷമായി പക്ഷവാത രോഗി സൗഖ്യമാക്കി. അതുപോലെ തന്നെ 18 വർഷമായി കൂനിയായ സ്ത്രീ, ആ സ്ത്രീയുടെ കൂനിമേ തൊട്ട് ഇപ്പോഴും അബ്രഹാമിന്റെ മകളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആലയത്തിൽ വെച്ച്, ദേവാലയത്തിൽ വെച്ച് യേശു അബ്രഹാമിന്റെ മകളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൂനിയ സ്ത്രീയുടെ കൂനിമേ തൊട്ടപ്പോൾ കൂന് നിവർന്നു നിന്നു. ആ സ്ത്രീ നിവർന്നു നിന്നു, കൂന് മാറി. സ്തോത്രം. രോഗത്തിന്മേൽ അധികാരമുള്ളവൻ. 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ സൗഖ്യമാകുമെന്നുള്ള വിശ്വാസത്താൽ യേശുവിന്റെ വസ്ത്രത്തെ തൊങ്ങലം തൊട്ടു. ഉടനെ രക്തസ്രാവം നിന്നു. ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞ സ്ത്രീ. സ്തോത്രം. രോഗത്തിന്മേൽ അധികാരമുള്ളവൻ. ഒരിക്കൽ സ്തോത്രം 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 12 വർഷം അധികം രോഗിയെ കിടന്ന സ്ത്രീ രോഗത്തു നിന്ന് വിടുതൽ കിട്ടി. ഇനി 18 വർഷമായ കൂനിയ സ്ത്രീ, അതുപോലെ 12 വർഷമായ സ്ത്രീ രക്തസ്രാവത്താൽ 12 വർഷമായ സ്ത്രീ രക്തസ്രാവത്താൽ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തൊട്ട് സൗഖ്യം ലഭിച്ചു. 18 വർഷം കൂനിയ സ്ത്രീ യേശു കൂനിമേ തൊട്ട് സൗഖ്യം ലഭിച്ചു. രോഗത്തിന്മേൽ 38 വർഷമായ പക്ഷവാത രോഗിയായി കിടന്ന രോഗി സൗഖ്യമായി യേശുവിന്റെ വാക്കിന് മുന്നിൽ. ആ പ്രകാരം രോഗത്തിന്മേൽ അധികാരമുള്ളവൻ, മരണത്തിന്മേൽ അധികാരമുള്ളവൻ. സ്തോത്രം 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 സ്തോത്രം. മരിച്ചു കിടന്ന ലാസറിന്റെ വീട്ടിൽ യേശു ക്രിസ്തു കടന്നു വന്നു. ലാസറിന്റെ കല്ലറയ്ക്ക് നിന്നു. ലാസർ മാർത്തയും മറിയയുടെ സഹോദരൻ, ബെഥാനിയ ഗ്രാമത്തിലെ മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസർ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു. യേശു വന്നിട്ട് കല്ലറയ്ക്ക് അരിയായി നിന്നുകൊണ്ട് മാർത്തയും മറിയം കരയുന്നത് അവരോടുകൂടെ കരഞ്ഞു. എന്നിട്ട് യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇത് പറഞ്ഞിട്ട് യേശു കല്ലറയ്ക്ക് നിന്നുകൊണ്ട് കല്ലറയുടെ അടുത്ത് നിന്നുകൊണ്ട് യേശു ലാസറെ പുറത്തു വരിക പറഞ്ഞ മാത്രമേ ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മരണത്തിന്മേൽ അധികാരമുള്ളവൻ. സ്തോത്രം സ്തോത്രം. ആ പള്ളി പ്രമാണിയായ യായിറോസിന്റെ മകൾ മരിച്ചുപോയി. യേശു ക്രിസ്തു പറഞ്ഞു, ബാല എഴുന്നേൽക്ക പറഞ്ഞ വിഷയത്തിൽ ആ കുഞ്ഞിന്റെ ആത്മാവ് തിരികെ വരികയും എഴുന്നേൽക്കുകയും യായിറോസിനെ ഏൽപ്പിച്ചു. യേശു ക്രിസ്തു സൗഖ്യം മരണത്തിന് വിടുതൽ കിട്ടി. യായിറോസിന്റെ മകൾ യായിറോസിനെ ഏൽപ്പിച്ചു കൊടുത്തു. മരണത്തിന്മേൽ അധികാരമുള്ള, ഭൂതങ്ങളുടെ മേലധികാരമുള്ള 6000 ഭൂതം ആ ദേഹത്ത് ഒരു വ്യക്തിക്ക്. കർത്താവിനെ കണ്ടപ്പോൾ കല്ലറയിലെ താമസം, കല്ലുകൊണ്ട് ദേഹത്ത് തൻ്റെ സ്വന്തം ശരീരത്തെ കുത്തിപ്പൊട്ടിക്കും. സ്തോത്രത്തിൽ ചങ്ങലൊക്കെ ബന്ധിച്ച് ചങ്ങലൊക്കെ പൊട്ടിച്ച് പുറത്തേക്കാടും. അങ്ങനെ വസ്ത്രം ധരിക്കാത്ത വ്യക്തി യേശുവിനെ കണ്ടപ്പോൾ യേശുവിനെ വന്നിരിക്കുകയും വസ്ത്രം ധരിക്കുകയും വചനം കേൾക്കുകയും ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം. ഭൂതങ്ങളുടെ മേലധികാരമുള്ളവൻ, സർവശക്തനായ യേശു ക്രിസ്തു
രോഗപ്രകൃതിയുടെ അധികാരമുള്ളവൻ, രോഗത്തിന്മേൽ അധികാരമുള്ളവൻ, മരണത്തിന്മേൽ അധികാരമുള്ളവൻ, പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ ആ സർവശക്തനായ യേശു ക്രിസ്തു ഇപ്പോൾ ഇന്നും ജീവിക്കുന്നതിനെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നതിന് 3-ാം ദിവസം മരിച്ചു അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു. പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. സ്തോത്രം. നമ്മൾ ജീവിച്ചിരിക്കുന്നത് ആ ക്രിസ്തുവിന്റെ കൃപയാലാണ്. അടുത്ത നിമിഷം മുന്നേറണമെങ്കിൽ, അടുത്ത നിമിഷം ജീവിക്കണമെങ്കിൽ യേശുവിന്റെ കരുണയും കൃപ അത്യാവശ്യമാണ്. ആ യേശുവിലേക്ക് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് യേശുവിന്റെ ഭയത്തിലാ ജീവിക്കുവാൻ എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരത്തിന് വിരമിക്കുന്നു, വാക്കുകളും വിരമിക്കുന്നു. ഡിറ്റോ വടക്കൻ ആക്കിക്കോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ.